ഹലോ, ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ആരാധനാലയങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആരാധനാലയങ്ങളാണ് ആദ്യം നോക്കുന്നത്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം, മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും സമ്പത്ത് ശേഷിയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും സമ്പത്ത് ശേഷിയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ക്ഷേത്രാചാരമാണ് ഭദ്രദീപം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ക്ഷേത്രാചാരമാണ് ഭദ്രദീപം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ക്ഷേത്രാചാരമാണ് മുറജപം. അപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്നത് ഭദ്രദീപം, 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മുറജപം. ഭദ്രദീപം, മുറജപം എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഭദ്രദീപം, മുറജപം എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രാചീന താളയോല ഗ്രന്ഥമാണ് മതിലകം രേഖകൾ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രാചീന താളയോല ഗ്രന്ഥമാണ് മതിലകം രേഖകൾ. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം, കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം. തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കരമന നദി. തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കരമന നദി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ദേവി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒത്തുചേരലിന് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒത്തുചേരലിന് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ ഉറൂസ് ഉത്സവം സവിശേഷമായ ചില ചടങ്ങുകളോടുകൂടിയും വലിയ ആഘോഷത്തോടുകൂടിയും നടത്തുന്ന പള്ളിയാണ് ഭീമാപള്ളി. കേരളത്തിൽ ഉറൂസ് ഉത്സവം സവിശേഷമായ ചില ചടങ്ങുകളോടുകൂടിയും വലിയ ആഘോഷത്തോടുകൂടിയും നടത്തുന്ന പള്ളിയാണ് ഭീമാപള്ളി. പ്രസിദ്ധമായ ക്രിസ്തീയ ദേവാലയമാണ് വെട്ടുകാട് പള്ളി. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ദേവാലയമാണ് വെട്ടുകാട് പള്ളി. അടുത്ത ആഴിമല ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വര പ്രതിമ. ആഴിമല ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വര പ്രതിമ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയാണ് ആഴിമല ക്ഷേത്രത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയാണ് ആഴിമല ക്ഷേത്രത്തിലേത്. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ, കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ 58 അടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയും കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയും ആഴിമല 58 അടി. ശില്പി PS ദേവദത്തൻ. ശില്പി PS ദേവദത്തൻ. അടുത്ത കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനട. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനട. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം കൊല്ലത്തെ പവിത്രേശ്വരം. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരം, കൊല്ലം. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രം. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അപ്പോൾ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ചവറയാണ്, കൊല്ലം ചവറ. കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ക്ഷേത്രം, പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അടുത്ത് പത്തനംതിട്ട. ശബരിമലയാണ് പ്രസിദ്ധമായത്. പത്തനംതിട്ട ഇന്ത്യയിലെ പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം. ഇന്ത്യയിലെ പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പൻ. ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പൻ. ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷനാണ് റാന്നി. ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷൻ റാന്നി പെരിനാട് പഞ്ചായത്താണ്. പെരുന്നാട് പഞ്ചായത്ത്. അപ്പോൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷൻ റാന്നി. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവമാണ്.
അപ്പോൾ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല. ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലമാണ് ശരണ സേതു, ബെയ്ലി പാലം. ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലമാണ് ശരണ സേതു. ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം. ശബരിമലയും പരിസരവും മാലിന്യ വിമുക്തമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ശബരിമലയും പരിസരവും മാലിന്യ വിമുക്തമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രം ശബരിമല. കേരളത്തിലെ ആദ്യ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമായ സ്ഥലം ശബരിമല. കേരളത്തിലെ ആദ്യ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമായ സ്ഥലം ശബരിമല. ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഉൾപ്പെടുന്നു? പെരിയാർ വന്യജീവി സങ്കേതം. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം കൊടുമൺ. ഈ ചിലന്തി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേരാണ് ശ്രീ പള്ളിയറ ക്ഷേത്രം. പ്രസിദ്ധമായ വള്ളസദ്യ നടക്കുന്ന പത്തനംതിട്ടയിലെ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അടുത്ത ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലയിലെ ശ്രീ വല്ലഭ ക്ഷേത്രം. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലയിലെ ശ്രീ വല്ലഭ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രമാണ് ആനക്കാട്ടിലമ്മ ക്ഷേത്രം. പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രമാണ് ആനക്കാട്ടിലമ്മ ക്ഷേത്രം. അച്ചൻ കോവിലാർ ചുറ്റിയൊഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രമാണ് വലംചുഴി ദേവി ക്ഷേത്രം. അച്ചൻ കോവിലാർ ചുറ്റിയൊഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രമാണ് വലംചുഴി ദേവി ക്ഷേത്രം. പ്രശസ്തമായ മലയാലപ്പുഴ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് കടമനിട്ട ക്ഷേത്രം. ആലപ്പുഴ. അടുത്ത ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ്. കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പൊ കേരളത്തിന്റെ പഴനി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. പാൽപായസത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപ്പോൾ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജ ക്ഷേത്രം. നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. പ്രശസ്തമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്കൽ പള്ളി. കുംഭഭരണി പ്രധാന ഉത്സവമായ കേരളത്തിലെ പ്രസിദ്ധ ദേവീ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം.
കുംഭഭരണി. പ്രധാന ഉത്സവമായ കേരളത്തിലെ പ്രസിദ്ധ ദേവീ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കാവടി നടക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ കാവടി നടക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് വനദുർഗ. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് വനദുർഗ. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്രിസ്തീയ ദേവാലയമാണ് എടത്വ പള്ളി. പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്രിസ്തീയ ദേവാലയമാണ് എടത്വ പള്ളി. അടുത്ത കോട്ടയം ജില്ലയിലെ ആരാധനാലയങ്ങളാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെന്റ് ജോസഫ് പള്ളി മാന്നാനം. സെന്റ് ജോസഫ് പള്ളി മാന്നാനം. അപ്പോൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെന്റ് ജോസഫ് പള്ളി മാന്നാനം. അടുത്ത എരുമേലിയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും മാവര് പള്ളിയും. എരുമേലിയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും വാവര് പള്ളിയും. പേട്ടതുള്ളലിന് പ്രസിദ്ധമായ പേട്ടതുള്ളലിന് പ്രസിദ്ധമായ പള്ളിയാണ് വാവരു പള്ളി. എരുമേലിയിലാണ്. പേട്ടതുള്ളലിന് പ്രസിദ്ധമായ പള്ളിയാണ് വാവരു പള്ളി. മാലിക് ദിനാറിന്റെ മകനായ ഹാബിർ ദിനാർ പണികഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രാചീനമായ പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. അപ്പോൾ മാലിക് ദിനാറിന്റെ മകനായ ഹാബിർ ദിനാർ പണികഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രാചീനമായ പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. തങ്ങൾ അടിയന്തരത്തിന് പ്രസിദ്ധമായ ആരാധനാലയമാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി. തങ്ങൾ അടിയന്തരത്തിന് പ്രസിദ്ധമായ ആരാധനാലയമാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി. അടുത്ത കോട്ടയം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളി. അപ്പോൾ കോട്ടയം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളി. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏഴര പൊന്നാന ഘോഷയാത്ര. അപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏഴര പൊന്നാന ഘോഷയാത്ര. നടരാജ ചിത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. നടരാജ ചിത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അഹോരമൂർത്തി എന്ന ചുമർ ചിത്രം കാണപ്പെടുന്ന ക്ഷേത്രവും ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. അഹോരമൂർത്തി എന്ന ചുമർ ചിത്രം കാണപ്പെടുന്ന ക്ഷേത്രവും ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. സൂര്യനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. സൂര്യനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. വീട്ടുപകരണങ്ങൾ വിൽക്കുന്നതിന് പ്രസിദ്ധമായ സംക്രാന്തി വാണിഭം നടക്കുന്ന പ്രശസ്ത ക്ഷേത്രം. വീട്ടുപകരണങ്ങൾ വിൽക്കുന്നതിന് പ്രസിദ്ധമായ സംക്രാന്തി വാണിഭം നടക്കുന്ന പ്രശസ്ത ക്ഷേത്രമാണ് പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി. എവിടെയാണ് കുറവിലങ്ങാട് പള്ളി? കോട്ടയമാണ്. സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം സെന്റ് മേരീസ്. സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം സെന്റ് മേരീസ്. കോട്ടയം ജില്ലകളിലെ ആരാധനാലയങ്ങളാണ് നമ്മൾ പറയുന്നത്. ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം വലിയ പള്ളി.
ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം. ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. 4 കൈകളോട് കൂടിയ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാവിലെ 2 മണിക്കാണ്, പുലർച്ചെ 2 മണിക്കാണ് നട തുറക്കുന്നത്. മേൽശാന്തിക്ക് താക്കോലിനോടൊപ്പം കോടാലി കൂടി കൈമാറുന്ന ഏക ക്ഷേത്രം. അതായത് എന്തൊക്കെ വന്നാലും കറക്റ്റ് 2 മണിക്ക് നട തുറന്നിരിക്കണം. താക്കോലിന്റെ കൂടെ മേൽശാന്തിക്ക് കോടാലി കൂടി കൈമാറുന്ന ഏക ക്ഷേത്രം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അടുത്ത ഇടുക്കി ജില്ലയിലെ ആരാധനാലയങ്ങളാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം കൂടെയാണ് മംഗളാദേവി ക്ഷേത്രം. ചിത്ര പൗർണമി ഉത്സവത്തിന് മാത്രം നട തുറക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. അപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു, കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്നു. ചിത്ര പൗർണമി ഉത്സവത്തിന് മാത്രം നട തുറക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. അടുത്ത എറണാകുളം. പെരിയാറിന്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ശിവരാത്രി ദിനത്തിൽ നടക്കുന്ന ആഘോഷമാണ് ആലുവ ശിവരാത്രി മഹോത്സവം. അപ്പോൾ പെരിയാറിന്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ശിവരാത്രി ദിനത്തിൽ നടക്കുന്ന ആഘോഷമാണ് ആലുവ ശിവരാത്രി മഹോത്സവം. കേരളത്തിലെ പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. കേരളത്തിലെ പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണ് മകം തൊഴൽ. കുംഭമാസത്തിലാണ് നടക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണ് മകം തൊഴൽ. വാമനൻ പ്രധാന ആരാധനാമൂർത്തിയായ കേരളത്തിലെ ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. അപ്പോൾ വാമനൻ പ്രധാന ആരാധനാമൂർത്തിയായ കേരളത്തിലെ ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ജൈന ക്ഷേത്രമാണ് കല്ലിൽ ക്ഷേത്രം. പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. അപ്പോൾ എറണാകുളത്തെ പ്രസിദ്ധമായൊരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. മലയാറ്റൂർ പള്ളിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2004. മലയാറ്റൂർ പള്ളിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2004. ഇന്ത്യയിൽ നിന്നും UN അംഗീകരിച്ച ആദ്യ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ പള്ളിയും വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയും സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. അടുത്ത മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് മട്ടാഞ്ചേരി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിച്ച വർഷം 1568. മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചു നൽകിയ കൊച്ചി രാജാവായിരുന്നു വീരകേരളവർമ്മ. അപ്പോൾ മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചു നൽകിയ കൊച്ചി രാജാവായിരുന്നു വീരകേരളവർമ്മ. ജൂതപ്പള്ളി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പരദേശി ജൂതപ്പള്ളി, മട്ടാഞ്ചേരി ജൂതപ്പള്ളി. മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1968. മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1968.
മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചെമ്പ് ലിഖിതങ്ങൾ മലബാർ തീരത്തെ രാജാവ് ഏത് ജൂതവംശജന് നൽകിയതാണ്? മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചെമ്പ് ലിഖിതങ്ങൾ മലബാർ തീരത്തെ രാജാവ് ഏത് ജൂതവംശന് നൽകിയതാണ്? ജോസഫ് റബ്ബാൻ. ജോസഫ് റബ്ബാൻ. പൗരസ്ത്യ മാതൃകയിലുള്ള പരവതാനി മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ സംഭാവന ചെയ്ത ഏതോപ്യൻ രാജാവാണ് ഹെയ്ലി സലാസി. പൗരസ്ത്യ മാതൃകയിലുള്ള പരവതാനി മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ സംഭാവന ചെയ്ത ഏതോപ്യൻ രാജാവാണ് ഹെയ്ലി സലാസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം ജില്ല വരെയുള്ള പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ്. ഇനി ബാക്കി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.